നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗം, വസ്തുനഷ്ടവും കൃത്യവുമായ ഫലപ്രവചനം, നിങ്ങളുടെ മനോദുഃഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഓൺലൈൻ സർവീസ് ലഭ്യമാണ്. നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വസുപഞ്ചകദോഷമാണ്. വസുപഞ്ചകദോഷം ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. വസുപഞ്ചകദോഷം എന്നാൽ എന്ത്? അതായത് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ബന്ധുമിത്രാദികൾ വീണ്ടും ഈ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെടും എന്നുള്ള വിശ്വാസമാണ്. അതായത് 5 മരണങ്ങൾ തുടർച്ചയായി നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, വസുപഞ്ചകദോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം, പൂജകൾ ചെയ്യണം, ഹോമങ്ങൾ ചെയ്യണം, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് പരിഹാരങ്ങൾ കണ്ടില്ലെങ്കിൽ മരണം സുനിശ്ചിതമാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ഇതിൽ കുറേയേറെ അന്ധവിശ്വാസങ്ങൾ ഉണ്ട്. അന്ധവിശ്വാസങ്ങൾ മീൻസ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണക്കുറവാണ്. പിന്നെ കൂടാതെ തന്നെ ഈ കർമ്മികളും പൂജാരികളും ജ്യോതിഷന്മാരും ഒക്കെ നമ്മളെ അധികമായിട്ട് പറഞ്ഞ് പേടിപ്പിക്കുകയോട് ചെയ്യും. അയ്യോ ഭയങ്കര പ്രശ്നമാണ്, മരിച്ച നാൾ വസുപഞ്ചകത്തിലാണ് മരിച്ചിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ മരണം തുടർച്ചയായി ഉണ്ടാവും, തുടർച്ചയായിട്ട് ഈ ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുമിത്രാദികൾ മരണപ്പെടും എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടും. അല്ലെങ്കിൽ നമുക്ക് മനപ്രയാസം നമ്മുടെ കുടുംബത്തിലും നമ്മളിലൊക്കെ ഉണ്ടാവും അല്ലേ. അതാണ് നമുക്ക് മരണമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും ഭീതിയോട് കാണുന്നതാണ്, അല്ലെ ദുഃഖത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാവുന്നതല്ല, നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെയധികം വേദനാജനകമാണ്. അപ്പോൾ നമ്മൾ കടം മേടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ എവിടുന്നേലുമൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ പൂജാരികൾക്കൊക്കെ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് പൂജകൾ ചെയ്ത് പരിഹാരങ്ങൾ കാണും. പക്ഷേ ഒരുപക്ഷെ ഈ ആൾ ഗതികെട്ട് പൈസ ഇല്ലാതെ കടം കയറി മനപ്രയാസത്തോടു കൂടി മരിച്ച ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ 1 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ പിന്നെ അയാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെ ആ വ്യക്തി മരണപ്പെട്ട് കഴിയുമ്പോൾ പൂജയ്ക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള പലവിധ തെറ്റിദ്ധാരണകളിലും കൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജ്യോതിഷം കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് വസുപഞ്ചകദോഷം, അതെങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത്, അതെന്തൊക്കെ രീതിയിൽ ആണെങ്കിൽ മാത്രമാണ് വസുപഞ്ചകദോഷം ഉണ്ടാവുന്നത് എന്ന്. അല്ലാതെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഓടിച്ചെന്ന് അതിനുള്ള പൂജകളും കാര്യങ്ങളും ചെയ്ത് വെറുതെ പൈസ കളയരുത്. കാരണം 1 രൂപ ഉണ്ടാക്കണമെങ്കിൽ എന്തും മാത്രം പ്രയാസമാണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൈസ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം, ഉറപ്പ് വരുത്തിയതിന് ശേഷം, ദോഷം പൂർണ്ണമായിട്ട് നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പൂജ ഇത്യാദി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ക്ഷേത്ര വഴിപാടുകൾ കൊണ്ടൊക്കെ തന്നെ നമുക്കൊരു 90% ഈ ദോഷങ്ങളൊക്കെ മാറ്റാവുന്നതാണ്. പക്ഷേ നിയമം പറയുന്നത് അതിന് തക്കതായിട്ടുള്ള പൂജാവിധികളിലൂടെ അതിൻ്റെ ദോഷങ്ങൾ മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വസുപഞ്ചക നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരിട്ടാതി, ഉത്രിട്ടാതി, രേവതി, ഇത്രയും നക്ഷത്രങ്ങളാണ് വസുപഞ്ചക ദോഷത്തിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾ. നമ്മളുടെ ബന്ധുമിത്രാദികൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ നക്ഷത്രത്തിലാണോ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിലാണ് മരിച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് പറയും വസുപഞ്ചക ദോഷമുണ്ട് എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത്. ഈ നക്ഷത്രത്തിൽ മരിച്ചതുകൊണ്ട് മാത്രം വസുപഞ്ചക ദോഷം എന്ന് പറയുന്ന ഒരു ദോഷം ഉണ്ടാവുന്നില്ല. അവിടെയാണ് നമുക്ക് പലർക്കും തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും പറ്റി നമ്മുടെ പൈസ നഷ്ടപ്പെടുന്നത്. ഇപ്പം നമ്മളോട് ജ്യോതിഷം പറയും, അല്ലെ പൂജാരി പറയും, ഇത് ഈ നാളിലാണ് മരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വസുപഞ്ചകദോഷം കറക്റ്റായിട്ട് ഉടനെ തന്നെ അതിനുള്ള പരിഹാരക്രിയകൾ ചെയ്യണം, ഇല്ലെങ്കിൽ
കാര്യങ്ങൾ പോക്കാണ്. പിന്നെ കുടുംബശ്രീക്കും ആൾക്കാർ തുടരെ മരണപ്പെടും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരാണ് പൈസ ഇല്ലാത്ത പൈസ നമ്മൾ കടം മേടിച്ചുകൊണ്ട് വന്നിട്ട് പൂജ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കി ഈ പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം വസുപഞ്ചക ദോഷം ഉണ്ടാകില്ല. അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യത്തെ അവിട്ടം നക്ഷത്രം തന്നെ എടുക്കാം. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയിൽ മരണപ്പെടണം. അതോടൊപ്പം തന്നെ അന്ന് ചൊവ്വാഴ്ച ദിവസമായിരിക്കണം. കൂടാതെ ഏകാദശി തിഥി ആയിരിക്കണം. വൃശ്ചിക ലഗ്നത്തിൽ മരണപ്പെടുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചു വന്നാൽ മാത്രമേ അത് ദോഷമാകുകയുള്ളൂ. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയം നക്ഷത്രത്തിൽ മരണപ്പെടുകയാണെന്ന് വിചാരിക്കുക. അന്ന് ബുധനാഴ്ച ദിവസമായിരിക്കണം. അതുപോലെ തന്നെ ദ്വാദശി തിഥി ആയിരിക്കണം. ധനു രാശി അല്ലെ ധനു ലഗ്നത്തിൽ ആയിരിക്കണം മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചു വന്നാൽ മാത്രമേ അതൊരു വസുപഞ്ചക ദോഷമായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ. അടുത്തത് പൂരുട്ടാതി നക്ഷത്രമാണ്. പൂരുട്ടാതി നക്ഷത്രത്തിൽ മരണപ്പെടുകയാണെന്ന് വിചാരിക്കുക. അന്ന് വ്യാഴാഴ്ച ദിവസമായിരിക്കണം. അതുപോലെ തന്നെ ത്രയോദശി പക്കമായിരിക്കണം. മകര ലഗ്നത്തിലായിരിക്കണം മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിലും ഒന്നിച്ചു വരണം. അടുത്ത നമുക്ക് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അന്ന് വെള്ളിയാഴ്ച ദിവസമായിരിക്കണം. ഉത്രട്ടാതി നക്ഷത്രവും വെള്ളിയാഴ്ച ദിവസവും ചതുർദശി തിഥിയുമായിരിക്കണം. കൂടാതെ തന്നെ കുംഭലഗ്നത്തിലായിരിക്കണം മരണം സംഭവിക്കുന്നത്. അവസാനമായിട്ട് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിൽ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അത് ശനിയാഴ്ച ദിവസമായിരിക്കണം. അതോടൊപ്പം തന്നെ അന്ന് വാവായിരിക്കണം, കറുത്ത വാവ് ആയിരിക്കണം. കൂടാതെ മീനലഗ്നത്തിലായിരിക്കണം മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചു വന്നാൽ മാത്രമേ അത് വസുപഞ്ചക ദോഷമായിട്ട് കണക്കാക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതായത് അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചതുകൊണ്ട് മാത്രം വസുപഞ്ചക ദോഷമാകുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ഒത്തു വന്നിരിക്കണം. ഈ പറഞ്ഞ ലഗ്നവും അതുപോലെ തന്നെ തിഥിയും നക്ഷത്രവും എല്ലാം ഒത്തുവരികയാണെങ്കിൽ ദിവസവും എല്ലാം ഒന്നിച്ചു വന്നെങ്കിൽ മാത്രമേ അത് വസുപഞ്ചക ദോഷമായിട്ട് മാറുന്നുള്ളൂ. അങ്ങനെ ദോഷം സംഭവിക്കാമെന്ന് വിചാരിക്കുക. യഥാവിധി ക്രിയകൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ദഹനക്രിയ ചെയ്യുന്ന പോലെ തന്നെ ദർഭ കൊണ്ട് അതുപോലെ തന്നെ 4 മൃതശരീരങ്ങളെ സൃഷ്ടിക്കുകയും അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതേ ക്രിയകൾ എന്താണോ ചെയ്യുന്നത്, ദഹനക്രിയകൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്ത് നമ്മളെ കർമ്മങ്ങൾ യഥാവിധി ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്ന് വെച്ചാൽ എന്ത് കർമ്മമാണെന്ന് ചോദിച്ചാൽ യമരാജ ഹോമം ചെയ്യാം, മൃത്യുഞ്ജയ ഹോമം ചെയ്യാം, വിഷ്ണു പൂജ ചെയ്യാം, ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ വിഷ്ണു പൂജ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഗണപതി ഹോമം ചെയ്യണം. അങ്ങനെ ഒത്തിരി ക്രിയകൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതൊക്കെ വളരെ കാശലവുള്ള കാര്യങ്ങളാണ്. വളരെയധികം ധനമാകും. അത് ഞാൻ ആദ്യമേ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള വളരെ പ്രയാസങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ പോകുന്ന അവസ്ഥയിലായിരിക്കും ഒരാൾ മരണപ്പെടുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ കിടന്ന് ഒത്തിരി പൈസയായി നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും കാണില്ല. ആ ഒരു സന്ദർഭമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന മരണമായിരിക്കാം. നമ്മൾ ആരുടെയും പൈസ നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ തന്നെ നമുക്ക് ഇത്രയും ചിലവേറിയ ഹോമങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അത് സാഹസികമായിട്ടുള്ളൊരു കർമ്മമാണ്. അതായത് നമ്മളെ കൊണ്ട് പറ്റാത്തതാണ്. പിന്നെ വീണ്ടും നമ്മൾ കടം മേടിക്കണം അല്ലേ. അപ്പം നമ്മൾ വലിയ കടക്കാരായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒരു വർഷക്കാലമെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കുക. കുടുംബക്കാർ ക്ഷേത്ര ദർശനം നടത്തുക. പിന്നെ അതുപോലെ തന്നെ മൃത്യുഞ്ജയ അർച്ചന നടത്തുക. ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന എല്ലാ മാസങ്ങളും മൃത്യുഞ്ജയ അർച്ചന നടത്തിക്കോളുക. അതിൽപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തുകയും വിഷ്ണു ഭഗവാനെ ഭജിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഒരു അരമണിക്കൂർ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക. ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി കുടുംബത്തിലുണ്ടാകും. ദോഷങ്ങളൊക്കെ തനിയെ മാറാവുന്നതേ ഉള്ളൂ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. നിയമങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടും അല്ലാതെ നിയമം പോലെ തന്നെ പോവും. പക്ഷേ നമ്മുടെ കാശ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാശില്ലെങ്കിലും നമുക്ക് ഇതുപോലെ നമ്മുടെ മനസ്സാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയാണ് വലുത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുക.
അതുകൊണ്ട് അതൊരിക്കലും ഈശ്വരൻ കാണാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈശ്വരൻ എല്ലാം കാണുന്ന ആളാണ്, എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്. അപ്പം ഒരാളുടെ ആയുസ് തീർന്നു ആൾ പോകുമ്പോൾ അത് എത്രത്തോളം നമ്മളിൽ ദോഷമുണ്ടാക്കുന്നോ അതെല്ലാം നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലാതെ ഞാൻ ഇത്രയും വലിയ പൈസ മുടക്കി ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കില്ല. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ശരിക്കും ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റു ഹോമങ്ങളും ക്രിയകളും ഒക്കെ ചെയ്യേണ്ടത്. എന്തും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചു വന്നാൽ മാത്രം നിങ്ങൾ വസുപഞ്ചക ദോഷമെന്ന് കണക്കാക്കുക. അല്ലാതെ ഏതെങ്കിലും മണ്ടന്മാർ പറഞ്ഞ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് ഈ ദോഷങ്ങളുണ്ട്, ഇതുപോലെ പൂജകൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും ഒഴിവാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ മാത്രം ജ്യോതിഷാലയത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഫ്രീ ആസ്ട്രോളജി, സൗജന്യ ജ്യോതിഷോപദേശം. അതെങ്ങനെയാണ് അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു ജ്യോതിഷനെ കാണാൻ പണമില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഫ്രീ ആസ്ട്രോളജി കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ജ്യോതിഷനെ കാണാൻ പണമില്ലാതിരിക്കുന്ന ആൾക്കാർക്കാണ്. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് കുറച്ച് നിബന്ധനകളുണ്ട്. അതായത് ഫ്രീ ആസ്ട്രോളജി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പ്രയാസങ്ങളിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കും. അല്ലെ പാല് കാച്ചലിന് സമയം, വീട് വയ്ക്കാനുള്ള സമയം, അല്ലെ അങ്ങനെ അതുപോലൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഫ്രീ ആസ്ട്രോളജിയിൽ കൊടുക്കില്ല. അതുപോലെ തന്നെ പാപസാമ്യ പൊരുത്തം, ജാതകങ്ങൾ തമ്മിലുള്ള വിവാഹ പൊരുത്തം ഇത്യാദി കാര്യങ്ങൾ ഒന്നും നോക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പരിഗണിക്കത്തില്ല. അല്ലാതെ ജനുവിനായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാൾക്ക് വളരെ പ്രയാസങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ഇതിലൂടെ പോകുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചിടുക. നമ്മുടെ ജ്യോതിഷാലയം പരിശോധിച്ചിട്ട് ആസ്ക് ആൻഡ് ആൻസർ എന്ന് പറയുന്ന ഫ്രീ ആസ്ട്രോളജി സൗജന്യ ജ്യോതിഷ ഉപദേശത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ നൽകുന്നതാണ്. അത് നമ്മൾ ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷക്കാലമായി നമ്മൾ ഈ ഫ്രീ ആസ്ട്രോളജി തുടങ്ങിയിട്ട്. അപ്പോൾ ഈ തുടർച്ചയായിട്ട് നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് അയച്ചിടുക. കാരണം ഈ നമ്പർ കാണുമ്പോൾ അത് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിൽ അയച്ചിടും. പിന്നെ നിങ്ങൾക്ക് ഏതിനകത്താണ് ഇത് പറഞ്ഞതെന്നറിയില്ല, ഏത് ചാനലിൻ്റെ പേര് പോലും അറിയത്തില്ല. എന്നോട് പലപ്പോഴും ഞാൻ ഇത് കൊടുക്കും, മറുപടി കൊടുത്തിട്ട് ഞാൻ പറയുന്നത് ഇത് ഇന്ന എപ്പിസോഡിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടോളൂ എന്ന് പറയും. അപ്പോൾ പറയാം, അയ്യോ ആ ചാനലിൽ ലിങ്ക് ഒന്ന് അയച്ചു തരുമോ, ഏതായിരുന്നു ചാനലിൻ്റെ പേരെന്തായിരുന്നു, ഇതൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഞാൻ അയച്ചു കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അയച്ചു തരത്തേ ഇല്ല. കാരണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ചാനൽ ഏതാണെന്ന് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കാരണം ഇതിനകത്ത് ഫ്രീ ആസ്ട്രോളജി ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അതിനുവേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോവുക. ഫ്രീ ആസ്ട്രോളജി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം ഇപ്പം തന്നെ വീഡിയോ ലോങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും ശ്രീഭദ്ര ജ്യോതിഷാലയത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.